ഹോർമസ് കടലിടുക്കിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തെ റഷ്യ വീറ്റോ ചെയ്ത സംഭവം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ നിർണായക നീക്കത്തെ ഇറാൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും റഷ്യയുടെ നിലപാടിനെ പ്രശംസിക്കുകയും ചെയ്തു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി ഇതിനെ ഒരു ഉത്തരവാദിത്തമുള്ള തീരുമാനമെന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്ക മുന്നോട്ട് വെച്ച പ്രമേയം ഏകപക്ഷീയമാണെന്നും മേഖലയിലെ യഥാർത്ഥ സാഹചര്യങ്ങളെ അവഗണിക്കുന്നതാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ തടയാൻ റഷ്യ കാണിച്ച സന്നദ്ധത ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന നയതന്ത്ര ബന്ധത്തിന്റെ തെളിവായി വിലയിരുത്തപ്പെടുന്നു. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച തർക്കങ്ങൾ ഇതോടെ പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നാണ് ഹോർമസ് കടലിടുക്ക്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന എണ്ണയുടെ സിംഹഭാഗവും ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഇവിടുത്തെ ഓരോ ചലനവും ആഗോള എണ്ണ വിപണിയെയും ലോക സാമ്പത്തിക ക്രമത്തെയും നേരിട്ട് ബാധിക്കും. ഈ തന്ത്രപ്രധാനമായ മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ഇറാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പ്രമേയം ഇറാന്റെ സൈനിക സ്വാധീനം കുറയ്ക്കാനും അന്താരാഷ്ട്ര നിരീക്ഷണം വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. എന്നാൽ റഷ്യയുടെ ഇടപെടൽ ഈ നീക്കത്തിന് വലിയൊരു തിരിച്ചടിയായി. റഷ്യയുടെ വീറ്റോ അധികാരം ഉപയോഗിച്ചുള്ള ഈ നീക്കം പാശ്ചാത്യ ശക്തികൾക്കെതിരെയുള്ള ഒരു പരോക്ഷമായ താക്കീത് കൂടിയായി പലരും കണക്കാക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക ശക്തിയും ഹോർമുസ് കടലിടുക്കിലെ അവരുടെ സ്വാധീനവും ഈ ചർച്ചകളിൽ പ്രധാനമാണ്. തങ്ങളുടെ സായുധ സേനയുമായി സഹകരിക്കാതെ ഈ പാതയിലൂടെയുള്ള സുരക്ഷിതമായ യാത്ര സാധ്യമല്ലെന്നാണ് അരാഗ്ചി വ്യക്തമാക്കിയത്. മേഖലയിലെ സമാധാനം നിലനിർത്താൻ ഇറാന്റെ സൈനിക സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെതിരെയും ഇറാൻ കടുത്ത വിമർശനം ഉയർത്തി. കരാറുകളിൽ നിന്ന് പിന്മാറുന്ന അമേരിക്കയുടെ നിലപാടാണ് മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണമെന്ന് അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ അമേരിക്ക തയ്യാറായാൽ മാത്രമേ മേഖലയിൽ യഥാർത്ഥ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയൂ എന്നതാണ് ഇറാന്റെ നിലപാട്. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ സഹകരണം ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട്. മേഖലയിലെ റഷ്യൻ സാന്നിധ്യവും ഇറാന് ലഭിക്കുന്ന നയതന്ത്ര പിന്തുണയും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അവർ കരുതുന്നുണ്ട്. സിറിയയിലും ഉക്രൈനിലും റഷ്യ നടത്തുന്ന നീക്കങ്ങളുമായി ഇതിനെ കൂട്ടി വായിക്കുന്നവരുമുണ്ട്. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ വെടിനിർത്തൽ ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന ഈ ചർച്ചകളിൽ സമാധാനപരമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഹോർമസ് വിഷയത്തിലെ റഷ്യൻ വീറ്റോ ഈ ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ ഈ വിജയത്തെ വലിയ രീതിയിലാണ് ആഘോഷിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ തടയാൻ കഴിഞ്ഞത് വലിയൊരു നയതന്ത്ര വിജയമായി അവർ കാണുന്നുണ്ട്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വിഷയത്തിൽ റഷ്യയുടെ പിന്തുണ നേടാൻ കഴിഞ്ഞത് ഇറാന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഈ നീക്കത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി. കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്താൻ മാത്രമേ ഇത്തരം നിലപാടുകൾ സഹായിക്കൂ എന്നവർ വാദിക്കുന്നു. സുരക്ഷാ കൗൺസിലിലെ ഇത്തരം വിയോജിപ്പുകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നതാണെന്നും ആരോപണമുയർന്നു. ഹോർമസ് കടലിടുക്കിലെ സുരക്ഷ എന്നത് വെറും ഒരു പ്രാദേശിക പ്രശ്നമല്ല. ജപ്പാൻ, ചൈന, ഇന്ത്യ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളുടെ ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ പാതയ്ക്ക് വലിയ പങ്കുണ്ട്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഈ രാജ്യങ്ങളിലെ സാമ്പത്തിക സുസ്ഥിരതയെയും ബാധിക്കാം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായുള്ള ഈ ബന്ധം മധ്യേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള മാർഗമാണ്. അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിക്കാനുള്ള ഒരു പ്രധാന കരുനീക്കമായാണ് പുടിൻ ഈ വീറ്റോയെ കാണുന്നത്. ഇറാൻ വഴിയുള്ള വ്യാപാര ഇടനാഴികളും റഷ്യയ്ക്ക് വലിയ താല്പര്യമുള്ള മേഖലയാണ്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ സമാധാനത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാൻ. മേഖലയിലെ രണ്ട് വലിയ ശക്തികൾ തമ്മിലുള്ള ശത്രുത കുറയ്ക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഈ പുതിയ ധ്രുവീകരണം പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം. അമേരിക്കയുടെ നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. ഇറാൻ മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കുന്നുവെന്നും കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് തടയാൻ അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യമാണെന്നും അവർ പറയുന്നു. ഇതിനായി അവർ സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പരാജയമായാണ് ചിലർ ഈ സാഹചര്യത്തെ വിശേഷിപ്പിക്കുന്നത്. വികസിത രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം
പ്രധാനപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തത് സഭയുടെ ബലഹീനതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇറാന്റെ തന്ത്രപ്രധാനമായ ഈ വിജയം മറ്റു മധ്യേഷ്യൻ രാജ്യങ്ങളിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാം. സൗദി അറേബ്യയും UAEയും ഈ നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ അയൽപ്പക്കത്ത് റഷ്യയുടെയും ഇറാന്റെയും സ്വാധീനം വർദ്ധിക്കുന്നത് അവർക്ക് ഗുണകരമാകുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. കടൽ കൊള്ളയും ഭീകരവാദവും തടയാനാണ് പ്രമേയം കൊണ്ട് ലക്ഷ്യമിട്ടതെന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോഴും ഇത് ഇറാന്റെ സൈനിക നീക്കങ്ങളെ തടയാനാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നു. തങ്ങളുടെ തീരപ്രദേശത്തെ സുരക്ഷ തങ്ങൾ തന്നെ നോക്കിക്കൊള്ളാമെന്നാണ് ഇറാന്റെ നിലപാട്. ഇതിനായി വിദേശ സൈന്യത്തിന്റെ സഹായം ആവശ്യമല്ലെന്ന് അവർ പറയുന്നുണ്ട്. ചൈനയുടെ നിലപാടും ഈ ഘട്ടത്തിൽ നിർണായകമാണ്. റഷ്യയുടെ തീരുമാനത്തോട് അനുകൂലമായ നിലപാടാണ് ചൈന പൊതുവെ സ്വീകരിക്കാറുള്ളത്. ഇറാനിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്ന രാജ്യമെന്ന നിലയിൽ ഹോർമുസ് കടലിടുക്കിലെ സമാധാനം ചൈനയ്ക്കും അത്യാവശ്യമാണ്. ഇന്ത്യ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധാപൂർവമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇറാനുമായും അമേരിക്കയുമായും ഒരേപോലെ നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ അതിപ്രധാനമാണ്. ഈ മേഖലയിലെ സംഘർഷം ഇന്ത്യയുടെ പ്രവാസികളെയും സാമ്പത്തിക താൽപര്യങ്ങളെയും ബാധിക്കാം. അരാക്സിയുടെയും ലാവ്റോവിന്റെയും കൂടിക്കാഴ്ചയിൽ പ്രതിരോധ രംഗത്തെ സഹകരണവും ചർച്ചയായി. ആയുധ ഇടപാടുകളും സാങ്കേതിക വിദ്യ കൈമാറ്റവും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ശക്തമാക്കും. ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തിയേക്കാം. ഇസ്ലാമാബാദ് ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ ഈ പുതിയ സാഹചര്യം വിലയിരുത്തും. വെടിനിർത്തൽ നടപ്പിലാക്കണമെങ്കിൽ എല്ലാ കക്ഷികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. എന്നാൽ റഷ്യയുടെ പിന്തുണ കിട്ടിയതോടെ ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ കൂടുതൽ കർക്കശമായേക്കാം. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നം പരിഹരിക്കാൻ ഒരു പ്രാദേശിക കൂട്ടായ്മ രൂപീകരിക്കണമെന്ന നിർദ്ദേശവും ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള ശക്തികളെ ഒഴിവാക്കി മേഖലയിലെ രാജ്യങ്ങൾ ചേർന്ന് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഇറാന്റെ പക്ഷം. എന്നാൽ ഇത് മറ്റ് അറബ് രാജ്യങ്ങൾ എത്രത്തോളം അംഗീകരിക്കുമെന്ന് ഉറപ്പില്ല. മാധ്യമങ്ങൾ ഈ സംഭവത്തെ ലോകം അപകടകരമായ അവസ്ഥയിലെന്നാണ് വിശേഷിപ്പിക്കുന്നത്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ നേരിട്ടുള്ള പോരാട്ടം ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് പലരും. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. റഷ്യയുടെ വീറ്റോ ഇറാൻ ജനതയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും തങ്ങളെ പിന്തുണയ്ക്കാൻ വലിയ ശക്തികളുണ്ടെന്നുമുള്ള ബോധം ഇറാനിലെ ഭരണകൂടത്തിന് കൂടുതൽ ജനപിന്തുണ നൽകാൻ സഹായിക്കും. സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ ഈ നയതന്ത്ര വിജയം ശ്രദ്ധേയമാണ്. ഭാവിയെ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് പ്രത്യേക സംരക്ഷണം നൽകാൻ അമേരിക്ക സ്വന്തം നിലയ്ക്ക് നീക്കം നടത്തുമോ എന്നതും പ്രധാനമാണ്. അങ്ങനെ വന്നാൽ അത് ഇറാന്റെ സൈന്യവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് കാരണമായേക്കാം. റഷ്യയുടെ വീറ്റോയും അതിനെ തുടർന്നുള്ള ഇറാന്റെ പ്രതികരണവും ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. നയതന്ത്ര യുദ്ധങ്ങൾ അവസാനിക്കാതെ നീളുന്ന സാഹചര്യത്തിൽ ഇസ്ലാമാബാദിലെ ചർച്ചകൾ ലോക സമാധാനത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സമാധാനത്തിന്റെ പാത തെരഞ്ഞെടുക്കണോ അതോ സംഘർഷത്തിലേക്ക് നീങ്ങണോ എന്ന കാര്യത്തിൽ വൻ ശക്തികളുടെ തീരുമാനം നിർണായകമാണ്.